നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ലോകകപ്പിലെ ഗ്രൂപ്പ് ഇ മത്സരത്തിൽ ഐവറി കോസ്റ്റ് ക്യുറസാവോയെ തോൽപ്പിച്ച് അവർ നോക്കൗട്ടിലേക്ക് കടന്നിരിക്കുന്നു. എതിരില്ലാത്ത 2 ഗോളിനാണ് ക്യുറസാവോയെ ഐവറി കോസ്റ്റ് തോൽപ്പിച്ചത്. അവരെ സംബന്ധിച്ചിടത്തോളം നിക്കോളസ് പെപ്പയാണ് അവരുടെ 2 ഗോളുകളും നേടിയത്. കളിയുടെ 7ാമത്തെ മിനിറ്റിൽ തന്നെ നിക്കോളസ് പെപ്പെ ഐവറി കോസ്റ്റിനെ മുന്നിലെത്തിച്ചു. പിന്നീട് ആദ്യ പകുതിയിൽ ഗോളൊന്നും വീണില്ല. ആദ്യ പകുതി കഴിയുമ്പോൾ ഐവറി കോസ്റ്റ് 1 ഗോളിന് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയുടെ 64ാമത്തെ മിനിറ്റിൽ നിക്കോളസ് പെപ്പെ വീണ്ടും ഗോളടിച്ച് ഐവറി കോസ്റ്റിനെ ലീഡ് 2 ഉയർത്തുകയായിരുന്നു. അങ്ങനെ പെപ്പയുടെ ഇരട്ട ഗോളിൽ ഐവറി കോസ്റ്റ് വിജയിക്കുകയും നോക്കൗട്ടിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നു. ക്യുറസാവോ പുറത്തായി. ക്യുറസാവോയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകകപ്പ് കളിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ നേട്ടമായിരുന്നു. ഒരു കുഞ്ഞൻ രാജ്യമായ 1.5 ലക്ഷം ജനസംഖ്യ മാത്രമുള്ള ക്യുറസാവോ ഞെട്ടിക്കുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് ഈ ലോകകപ്പിൽ. എന്തായാലും അവർ പുറത്തായിരിക്കുന്നു. ഈ ഗ്രൂപ്പിൽ നിന്ന് 3 ടീമാണ് നോക്കൗട്ടിലേക്ക് കടന്നിരിക്കുന്നത്. ജർമ്മനി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ഒന്നാമതായി 6 പോയിന്റോടെ നോക്കൗട്ടിലെത്തി. രണ്ടാമതായി ഐവറി കോസ്റ്റ്, അവർക്കും 6 പോയിന്റാണ്. പക്ഷേ ഗോൾ വ്യത്യാസത്തിൽ ജർമ്മനിയേക്കാൾ താഴെയാണ്. അവർ രണ്ടാമതായി ഗ്രൂപ്പിൽ നിന്ന് നോക്കൗട്ടിലെത്തി. എന്നാൽ ഇന്ന് ജർമ്മനിയെ അട്ടിമറിച്ച ഇക്വഡോർ 4 പോയിന്റുമായി 3ാമത്തെ ടീമായി നോക്കൗട്ടിലേക്ക് കടന്നിരിക്കുന്നു. ഈ ലോകകപ്പിലെ മികച്ച 8 ടീമുകളിൽ ഒന്നായിട്ടാണ് ഇക്വഡോർ ഒരു ഗ്രൂപ്പിൽ നിന്ന് 3ാമതായിട്ട് നോക്കൗട്ടിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും ഈ ഗ്രൂപ്പിൽ ശക്തമായ മത്സരങ്ങളാണ് നടന്നത്. ജർമ്മനി ഇക്വഡോറിനോട് തോൽക്കുകയും ചെയ്തു. ഈ ഗ്രൂപ്പിൽ നിന്ന് 3 ടീമുകൾ നോക്കൗട്ടിലേക്ക് കടന്നിരിക്കുന്നു.